ഹലോ ഗായ്സ്, എല്ലാ മച്ചവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അങ്ങനെ ഞാൻ നൂറ്റാണ്ടുകൾക്ക് ശേഷം പിന്നെയും വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട്. എല്ലാവർക്കും സന്തോഷമായി എന്ന് വിചാരിക്കുന്നു. ചെറിയ പനിയൊക്കെ ആയിരുന്നു, അതാണ് ആ വീഡിയോ ഇടുമായിരുന്നു. ക്ലാസ്സൊക്കെ തുടങ്ങിയല്ലോ, അതാണ് ക്ലാസ്സിനൊക്കെ പോകാൻ തുടങ്ങി, അതാണ്. അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സുധി അണ്ണൻ കുറച്ച് നാൾക്ക് മുമ്പ് ഒരു വീഡിയോ ഇട്ടായിരുന്നു ഒരു സെർവറിനെ കുറിച്ച്, മറ്റേ നമ്മുടെ ഹൈവ് സെർവർ. അതിൻ്റെ അകത്താണ് ഞാനിപ്പം നിൽക്കുന്നത്. കണ്ടപ്പം ഒരു നൂറ്റാണ്ടുകളായല്ലോ ഞാൻ വീഡിയോ ഇട്ടിട്ട്, അതാണ് അത് കളിച്ചേക്കാമെന്ന് വിചാരിച്ചു. പിന്നെ എൻ്റെ എൻ്റെ വേൾഡിൻ്റെ കാര്യം പറയുവാണെങ്കിൽ അത് ഡിലീറ്റ് ആയി പോയിട്ടുണ്ട്. ഇനി അതിൻ്റെ കാര്യം പറയണമെങ്കിൽ നമ്മൾ ഇച്ചിരി വർഷങ്ങൾ പിന്നിലോട്ട് സഞ്ചരിക്കണം. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ മൈൻക്രാഫ്റ്റ് വേൾഡിൽ കയറുമ്പോൾ ഒരു പ്രശ്നമില്ല. കുറച്ച് കഴിഞ്ഞെത്തിക്കും എങ്ങനെയോ തന്നെ ഫോൺ സ്വിച്ച് ഓഫ് ആയി പോകും. എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല. മൈൻക്രാഫ്റ്റ് വേൾഡ് മാത്രം കയറുമ്പം ഒരു 2-3 മിനിറ്റ് നിന്ന് കഴിയുമ്പോൾ പിന്നെ നേരെ സ്വിച്ച് ഓഫ് ആകുക. ഞാൻ എങ്ങനെയെങ്കിലും വീഡിയോ എടുക്കാൻ തുടങ്ങും, സ്വിച്ച് ഓഫ് ആകും. പിന്നെ ഓണാക്കി വരും, പിന്നെയും കയറും, പിന്നെ സ്വിച്ച് ഓഫ് ആകും. പിന്നെ എൻ്റെ 200-300 IQ ലെവൽ ഉള്ള തലയും കൊണ്ട് ആലോചിച്ച് നോക്കിയപ്പോഴാണ് എനിക്കൊരു ഐഡിയ കിട്ടിയത്. വീഡിയോ മൈൻക്രാഫ്റ്റ് നമുക്ക് ഡിലീറ്റ് ചെയ്തിട്ട് ഒന്നും കൂടെ ഡൗൺലോഡ് ചെയ്യാം. പിന്നെ നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു, എനിക്ക് മൈൻക്രാഫ്റ്റ് വേൾഡ് എങ്ങനെയാണ് സേവ് ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല. അത് കാരണം തന്നെ ഡിലീറ്റ് ചെയ്തപ്പം വേൾഡും അങ്ങ് പോയി. പിന്നെ ഞാൻ മടി പിടിച്ച വീട്ടിൽ ഇരുന്നു. പിന്നെ പഠിക്കാൻ പോയി, ഭയങ്കര പഠിത്തത്തിലൊക്കെ ആയിരുന്നു ഞാൻ. അത് കഴിഞ്ഞപ്പോൾ പിന്നെ പനി പിടിച്ചു. അത് കഴിഞ്ഞപ്പോഴാണ് ഞാൻ സുധി അണ്ണൻ്റെ വീഡിയോ കണ്ടത്. അന്നേരം പിന്നെ കണ്ടപ്പം നല്ല സുഖമുണ്ട്, കളിക്കാൻ നല്ല രസമുണ്ട്, അതാണ് കളിക്കാമെന്ന് വിചാരിച്ചു. അത് കാരണം തന്നെ പഴയ കാര്യങ്ങൾ നമ്മൾ ഇനി ചിന്തിച്ചിട്ട് കാര്യമില്ല. ഓൾഡ് ഈസ് ഗോൾഡ്, എന്നാ ചെയ്യാനല്ലേ, പോയി. അത് കാരണം ഇപ്പം നമ്മളിതേ ഒരു ഹൈഡ് ആൻഡ് സീക്ക് മാച്ച് വന്നിട്ടുണ്ട്. നിങ്ങൾ കണ്ടാണ് ഞാൻ എങ്ങനെ എടുത്തതെന്നും ഞാൻ എങ്ങനെ ആ മാച്ച് കളിക്കാൻ വേണ്ടി എടുത്തതെന്നൊക്കെ നിങ്ങൾ കണ്ടു കാണും. കണ്ടില്ലെങ്കിൽ ബാക്ക് അടിച്ച് ചെയ്യാൻ നോക്കിയാൽ മതി, അന്നേരം കണ്ടോളൂ. അപ്പോൾ ഇതേ നമ്മൾ ഗെയിം സ്റ്റാർട്ട് ചെയ്യാൻ 3 സെക്കൻഡ്, 2 സെക്കൻഡ്, 1 സെക്കൻഡ് അങ്ങനെ സ്റ്റാർട്ടായിട്ടുണ്ട്. നമ്മൾ മാപ്പ് വന്നേക്കുന്ന ചൈന ടൗൺ ആണെന്ന് തോന്നി. ഇവിടെ നമുക്ക് നമ്മൾ ഇല അയക്കുന്നു കേട്ടോ. ഇത് കുറേ ഇലകളുണ്ട് കേട്ടോ നമ്മളിവിടെ. നമുക്ക് എവിടെയെങ്കിലും ഒളിക്കണം. ഇത് സൈഡിൽ സമയമൊക്കെ കാണിക്കുന്നുണ്ട്. എത്രയാ? 1, 2, 3. ഇപ്പോൾ ആകും. ഏതായാലും നമുക്ക് കറക്റ്റ് ഇവിടെ തന്നെ ഒളിച്ചേക്കാം. ഇത് എൻ്റെ അടിയിലിരിക്കുന്ന ഒരുത്തൻ ടീംമേറ്റാണെന്ന് തോന്നുന്നു കേട്ടോ. എൻ്റെ ടീംമേറ്റാണ് അത്. അവൻ വൂളായിട്ടാണ് ഇരിക്കുന്നത്. അവൻ ഇവിടെ ഇരുന്നാൽ കറക്റ്റ് ഉറപ്പായിട്ട് പിടിക്കും. ഇത് മുമ്പിൽ കൂടെയൊക്കെ ആൾക്കാർ പോകുന്നുണ്ട്. അപ്പോൾ ഇതെങ്ങനെ എടുക്കണ്ടേന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ സാധാ കളിക്കുന്ന പോലെ ചെല്ലുക, പിന്നെ സെർവർ എടുക്കുക. സെർവറിൽ ചെന്ന് ഹൈവെന്ന് അടിച്ചു കൊടുത്താൽ മതി. അന്നേരം സെർവർ കാണിക്കും. അടിച്ചു കൊടുത്തില്ലെങ്കിൽ സാരമില്ല, ആദ്യം തന്നെ നമുക്ക് കുറച്ച് സെർവർ കാണിക്കാം. അതിൻ്റെ കൂടെ തന്നെ ഈ ഹൈവെന്ന് കാണും. എനിക്കങ്ങനെ കാണും അന്നേരം. എന്നിട്ട് അത്തെ ക്ലിക്ക് ചെയ്യുക. പിന്നെ കുറച്ച് ഡൗൺലോഡ് ചെയ്യാൻ നമുക്ക് വരും. ഒരു 20 പാക്കും കണ്ടുണ്ട്. അത് കുറച്ചേ ഉള്ളൂ ഡൗൺലോഡ് ചെയ്യാൻ. അത് പിന്നെ ഡൗൺലോഡ് ചെയ്യുക, നേരെ നമ്മൾ കളിക്കാത്തോട്ട് വരും. പിന്നെ നിങ്ങളെ ശ്രദ്ധിച്ചാണ് ഇപ്പോൾ എൻ്റെ കയ്യിൽ ഒരു എമറാൾഡ് ഇരിക്കുന്നത്. അത് എമറാൾഡ് അല്ല, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. നമ്മളിങ്ങനെ അത് കഴിക്കാത്തോട്ട് എടുത്തിട്ട് ഞെക്കി പിടിച്ച് കഴിയുമ്പോൾ ഇങ്ങനെ കുറേ സ്റ്റിക്കർ കാണിക്കും. അത്തേൽ ഇതുണ്ട്, അടിയിൽ പോയിൻറ്സും ഉണ്ട്. ഞാൻ ഏറ്റവും കൂടുതൽ പോയിൻറ്സുള്ള എടുത്തിട്ടുണ്ട്. അത് നമ്മൾ ഞെക്കി കഴിയുമ്പോൾ ഇങ്ങനെ മണ്ടയിലോട്ട് അത് പൊങ്ങിപ്പോവും. കണ്ടോ, അത് പൊട്ടുകയും ചെയ്യുന്നിട്ട് മണ്ടയിൽ ചെന്ന്. ഇത് നമ്മൾ ഏതെങ്കിലും ഈ ഹണ്ടേഴ്സില്ലേ, നമ്മളെ തേടി പിടിക്കാൻ വരുന്നവർ, അവർ കണ്ടു കഴിഞ്ഞാൽ ഉറപ്പാണ് നമ്മളെ പിടിച്ചു. അങ്ങനെ എല്ലാവരും പോയി കഴിയുമ്പം മാത്രമേ നമ്മൾ ഇടാൻ പാടുള്ളൂ. ഇതേ കണ്ടോ, ഒരുത്തൻ കറക്റ്റ് നമ്മുടെ മുമ്പിൽ കൂടെ പോകുന്നുണ്ട്. ഇങ്ങോട്ട് വന്നാൽ ചിലപ്പം നമ്മൾ പിടിക്കും. ഇവ എത്തി വലിഞ്ഞു നോക്കും. ഇവൻ കാരണം ഞാനും കൂടെ പിടിപ്പെടും ചിലപ്പം. പിന്നെ നിങ്ങൾ മണ്ടയിലൊരു സംഭവം ശ്രദ്ധിച്ചു. മണ്ടയിലൊരു ബ്ലോക്ക് പോലെ ഇരുന്നിട്ട് അവിടെ 11 എഴുതി കാണിക്കുന്നുണ്ടോ? അതാണ് നമ്മുടെ ഇപ്പം ഒളിച്ചിരിക്കുന്ന ആൾക്കാരുടെ എണ്ണം. നമ്മുടെ ഈ വാളൊക്കെ കിട്ടിയിട്ടുണ്ട്. ഈ വാളും കൊണ്ട് നമുക്ക് വേണമെങ്കിൽ ഈ ഹണ്ടേഴ്സിനെ നമുക്ക് കൊല്ലാനും സാധിക്കും. അങ്ങനെ കൊന്നു കഴിയുമ്പോൾ നമുക്ക് 10,000 പോയിന്റ് കിട്ടും. നമ്മൾ പറഞ്ഞു വന്നതെന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ 11 പേരാണ് ഇപ്പം ഒളിച്ചിരിക്കുന്നത്. പിന്നെ സൈഡിൽ മാഗ്നിഫിഷൻ ഗ്ലാസ് പോലത്തെ ഒരു സംഭവം കണ്ടോ, 3 എഴുതിയിട്ട്. അത്രയും പേരാണ് ഈ ഹണ്ടേഴ്സ്. 3 പേര് അന്നേരം ഈ ഒളിച്ചിരിക്കുന്നവരെ തപ്പുന്നുണ്ട്. കണ്ടോ, ഈ ചുമല പേരൊക്കെ എഴുതി കാണിക്കുന്നുണ്ടോ, അതവരാ. പിന്നെ ഏറ്റവും ആദ്യം നിങ്ങൾ കണ്ടു കാണും ടോണ്ട് റെഡി എന്ന് പറഞ്ഞ്. അതാണ് നമ്മുടെ ഇപ്പം നമ്മൾ നേരത്തെ വിട്ടില്ല ഒരു സ്റ്റിക്കർ പോലത്തെ സംഭവം. അത് റെഡി ആയിട്ടുണ്ടെന്നുള്ള സാധനമാണത്. നമുക്കിങ്ങനെ സ്റ്റിക്കർ വിട്ടുകൊണ്ടിരിക്കാൻ ടൈം ലിമിറ്റ് ഉണ്ട്. ഒരു 30 സെക്കൻഡ് കഴിഞ്ഞിട്ട് നമുക്ക് ഒരു തവണ വിട്ട് കഴിഞ്ഞാൽ പിന്നെ വിടാൻ പറ്റത്തുള്ളൂ. ഇതിപ്പം പിന്നെ ഒരു കുപ്പിക്കകത്ത് പോലെ കാണിക്കുന്നേ, അതെൻ്റെ പോയിൻ്റാണെന്ന് തോന്നുന്നത്. 48 പോയിൻ്റ് എനിക്കുണ്ടെന്ന് ആന്നാ തോന്നുന്നേ. എനിക്ക് അത്രയ്ക്കും ഉറപ്പില്ല അതെന്നാന്ന്. ഇപ്പോൾ ഒരുത്തം വരുന്നുണ്ട്. പിടിച്ച് പോയി.
പിടിച്ചു. നമ്മൾ തന്നെ മാന്യതയോടെ ഒളിച്ചിരുന്നു. ആ ഊള് കാരണമാണ് നമ്മൾ പെട്ടത് കുത്തിയിട്ടത്. ഇനി നമ്മൾ ചത്ത് കഴിയുമ്പോൾ എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒളിച്ചിരിക്കുന്നവരെ നമ്മൾ ചെന്ന് പിടിക്കണം. അങ്ങനെയാണ് കളി. ഇപ്പം മണ്ടേ കണ്ടോ, 7 പേര് ഒളിച്ചിരിക്കുന്നുണ്ട്, 6 പേര് ഇനി ഹണ്ടേഴ്സ് ഉണ്ട്. ഇനി നമ്മൾ എങ്ങനെയെങ്കിലും ചെന്ന്, പിന്നെ എൻ്റെ വോൾട്ടിനകത്ത് കണ്ടോ, വോൾട്ടാണോ ഇൻവെൻറ്ററിക്കകത്ത് കണ്ടോ ഇങ്ങനെ സൈഡിൽ സോർഡുണ്ട്, പിന്നെ അതിൻ്റെ അപ്പുറത്ത് ഇങ്ങനെ വൂള്, ലീഫ്, പിന്നെ ബുക്ക് ഷെൽഫ് അങ്ങനെ കാണിക്കുന്നുണ്ടോ. ഇത് ഈ ഒളിച്ചിരിക്കുന്നവർ എന്നായിട്ടാണ് ഒളിച്ചിരിക്കുന്നതെന്ന് കാണിക്കുന്നതാണ്. 2 ബുക്ക് ഷെൽഫായിട്ട് 2 പേര് ഒളിച്ചിരിക്കുന്നുണ്ട്, പിന്നെ ഒരുത്ത മറ്റേ സാധനം, പിന്നെ 2 പേര് പ്ലാങ്കായിട്ട്, ഒരാൾ വൂളായിട്ട്, അതാണ് കാണിക്കുന്നത്. ഇത് ഇപ്പോൾ എൻ്റെ മുമ്പിൽ കൂടെ ഒരുത്തൻ പോകുന്നുണ്ട്. നിൽക്കണം. അവനെ ഞാൻ കൊന്നു കഴിഞ്ഞാൽ എനിക്ക് പോയിൻ്റ് കിട്ടും, അത് വേറെ കാര്യം. അവൻ വന്നോട്ടോ കേട്ടോ. 3 പേര് അവൻ്റെ പുറകെ ഓടുന്നത്. പറ്റുമെങ്കിൽ നമുക്ക് അവനെ കൊല്ലാൻ നോക്കണം, എന്നാലും നമുക്ക് പോയിൻ്റ് കിട്ടത്തുള്ളൂ. അവൻ വന്നോട്ടോ കേട്ടോ എൻ്റെ മുന്നേ. ഇത് അടുത്ത ഒരുത്തൻ പ്ലാങ്കായിട്ട്, എൻ്റെ പുറകെ ഞാൻ വേണം. അവന്മാരുടെ പുറകെ പൊക്കോട്ടെ. ഒരടിയെങ്കിലും കൊടുക്കാൻ പറ്റിക്കഴിഞ്ഞാൽ ഭാഗ്യം. ഈ മൊബൈലിൽ ഞാൻ പ്രോ പ്ലെയർ ആയത് കാരണം ഭയങ്കര കളിയാണ് ഞാൻ. ഒരടിയെങ്കിലും കൊടുക്കാൻ പറ്റും. അന്നത്തേക്ക് വേറെ ഒരുത്തൻ ചാടി വന്നു. അടി. പക്ഷേ ഇവൻ വന്നോട്ടാ കേട്ടോ. ഇത് എൻ്റെ അവനെ ഇവനെ പിടുത്താൻ കിട്ടുന്നില്ല. അവനെ കൊല്ലുന്നതിന് മുമ്പേ കളി കഴിഞ്ഞിട്ടുണ്ട്. ആഹാ, ഇനി നമുക്ക് നോക്കാം നമ്മൾ വല്ലതും ലീഡർ സ്ഥാനത്ത്. ഇല്ല, നമ്മളില്ല. ഇതാണ്ട് ഇതിൻ്റെ അകത്ത് നമ്മളെ ലീഡർഷിപ്പിൽ വരുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ എക്സ്പീരിയൻസ് കണ്ടു 63 കൊള്ളാണ്ട്. ഒരാൾ ചത്തിട്ടുണ്ട്, അത് വേറെ കാര്യം. ഈ ലീഡർഷിപ്പിൽ എങ്ങനെ ലീഡർ ബോർഡിൽ എങ്ങനെയാണ് വരേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ സർവൈവ് ചെയ്തിരിക്കുന്ന ടൈമും പിന്നെ ഡെത്തും പിന്നെ പോയിൻറ്റും അനുസരിച്ചായിരിക്കും നമ്മൾ ലീഡർ ബോർഡിൽ വരുന്നത്. നമ്മൾ കളിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു സ്റ്റിക്കറൊക്കെ വിട്ടില്ലേ, അതിന് 15 പോയിൻ്റായിരുന്നു ഞാൻ വിട്ടതിന്. അതൊക്കെ അനുസരിച്ചാണ് നമ്മൾ ഈ ലീഡർ ബോർഡിൽ വരുന്നത്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം എനിക്ക് സർവർ നല്ലപോലെ ഇഷ്ടപ്പെട്ടു. ഞാനിനി ഇത് കളിക്കാൻ പോവുക. ഇനി അടുത്ത മാപ്പൊക്കെ നമുക്ക് അടുത്ത വീഡിയോ ഏതായാലും കാണാം, ഉറപ്പായിട്ടും വരും അടുത്ത വീഡിയോയിൽ. അത് കഴിഞ്ഞിട്ട് ഞാൻ ഒരു സർവൈവൽ സീരീസ് തുടങ്ങിയാലോ എന്ന് ഇപ്പോഴും ആലോചിക്കുന്നുണ്ട്. ഇപ്പോൾ സ്വിച്ച് ഓഫ് ആകുന്നില്ല കേട്ടോ. മൈൻക്രാഫ്റ്റ് ഡിലീറ്റ് ചെയ്തിട്ട് ഡൗൺലോഡ് ചെയ്തപ്പോൾ ഒരു സ്വിച്ച് ഓഫും ഇല്ല. ഏതായാലും അടുത്ത വീഡിയോ കാണാം. അതായിരിക്കും ബൈ.